ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മർദ്ദനം. യൂത്ത് കോൺഗ്രസ് നേതാവാണ് 73കാരനായ സെക്യൂരിറ്റിയെ മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ജില്ലാ കോർഡിനേറ്റർ KB നിജാസിനെതിരെയാണ് പരാതി. ആലുവ സ്വദേശി ബാലകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. നിജാസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ പരിക്കേറ്റ ആക്രമണത്തിനിരയായ സെക്യൂരിറ്റിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇങ്ങനെ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയത്. അതായത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഇവരോട് തർക്കിക്കുകയായിരുന്നു. ആ തർക്കത്തെ തുടർന്ന്, അതായത് ഈ നിജാസും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും വന്ന സ്കൂട്ടറാണ് അവിടെ പാർക്ക് ചെയ്തിരുന്നത്. അതേസമയം ഈ സ്കൂട്ടർ ഓടിച്ചിരുന്ന നിജാസിൻ്റെ സുഹൃത്തായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അദ്ദേഹവും ഈ സെക്യൂരിറ്റിയും തമ്മിൽ, സെക്യൂരിറ്റി ബാലകൃഷ്ണൻ, അദ്ദേഹവുമായിട്ടാണ് തർക്കമുണ്ടായത്. 73 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ചെമ്പകശ്ശേരിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ തർക്കത്തെ തുടർന്ന് നിജാസ് വന്ന് അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പരാതി നൽകാനെത്തിയ ബാലകൃഷ്ണനെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത്. അതായത് നിജാസുമായി കോംപ്രമൈസ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയെന്നും ആരോപണമുണ്ട്. അതേസമയം താൻ അങ്ങനെയല്ല, പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്, പരാതി കേസെടുക്കണമെന്ന് നിലപാടിൽ ഉറച്ചു നിന്നതിനെ തുടർന്നാണ് പിന്നീട് പോലീസ് കേസെടുക്കാനുള്ള നീക്കം ഉണ്ടായത്. ബാലകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങുന്നത്. അദ്ദേഹത്തിന് നെഞ്ചിലും ശരീരത്തിലും ആകെ പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ ഒരു പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. 73 വയസ്സുള്ള ഒരു പ്രായമേറിയ ആളാണ് എന്നുള്ളത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ്, അത് പ്രത്യേകിച്ചും ജില്ലാ സോഷ്യൽ മീഡിയയുടെ ജില്ലാ കോർഡിനേറ്ററാണ് KB നിജാസ്. ആ ഒരു പരിഗണന പോലും കാണിച്ചില്ല എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും അയാൾക്കെതിരെ നടപടി പൊതുപ്രവർത്തകനാണ്, ഒരുപക്ഷെ ഭാവിയിലൊക്കെ ഒരു ജനപ്രതിനിധിയൊക്കെ ആകേണ്ട വ്യക്തിയാണ്. ഇതുപോലെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചത്, ഇതുപോലെ ഒരു സാധുവായ സെക്യൂരിറ്റി ജീവനക്കാരനെ, ഒരു 73കാരനായ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത്, ഇയാൾക്കെതിരെ ഒരു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പതിവായി അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന, അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണോ നിജാസ്? മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായതായി പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ആ വീഡിയോ കാണുന്നതനുസരിച്ചിട്ട് നിജാസ് നേരെ വന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയും സെക്യൂരിറ്റി തർക്കിക്കുന്നത് കേട്ട് തിരിച്ചു വന്നിട്ട് അയാളോട് തട്ടിക്കയറുകയും ചെയ്യുന്നതാണെന്നൊക്കെ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതായത് ഈ സെക്യൂരിറ്റി തട്ടിക്കയറുന്നത് അതിൽ പ്രകോപിതനായി തന്നെയാണ് നിജാസ് അയാളെ മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാൽ പോലും ഈ പറയുന്നത് പോലെ കയ്യേറ്റ ശ്രമം അങ്ങേറ്റം മോശമായ, അല്ലെങ്കിൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെയാണ്. അത്തരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എത്തി എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ ജനപ്രതിനിധി ആയേക്കാവുന്ന, അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങളൊക്കെ വെച്ച് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾ സഹജീവികളോട് കാണിക്കുന്ന മര്യാദയില്ലായ്മയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. തൽക്കാലം സസ്പെൻഷനിലാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് പോലീസ് സ്റ്റേഷനിൽ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലുവയിലാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ യൂത്ത് കോൺഗ്രസ് നേതാവ് മർദ്ദിച്ചത്. സംഭവത്തിന് പിന്നാലെ നിജാസിനെ, യൂത്ത് കോൺഗ്രസ് ജില്ലാ മീഡിയ കോർഡിനേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ടുള്ള നിജാസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.